ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല എന്തിരാ? സുശീല ആദ്യം സത്യം പറയട്ടെ. നീ നിന്റെ ഭാര്യയെ ഉപേക്ഷിച്ച ശേഷം നിന്റെ അമ്മ വീണ്ടും നിന്റെ പെറ്റമ്മ അല്ലാന്ന് പറഞ്ഞാലോ? എന്റെ ആഗ്രഹം നടന്നു കഴിഞ്ഞാ പിന്നെ ഞാൻ എന്തിനാ മാഷേ എന്റെ മകനെ തള്ളി പറയുന്നേ? ഇന്ദ്ര സുശീലയുടെ വയറ്റിൽ പിറന്ന മകനാണ്. എന്താ തെളിവ്? ഇന്ദ്രന്റെയും നിന്റെയും സ്വഭാവം വെച്ച് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. സുശീലയെ പോലൊരു സ്ത്രീയുടെ മകനായി ഇന്ദ്രൻ എങ്ങനെ ജനിച്ചു എന്ന്. ജനിച്ചത് പോട്ടെ, 32 വർഷം നീ വളർത്തിയിട്ടും നിന്റെ ഈ അഹങ്കാരവും ദുഷ്ടതയും ഒന്നും ഇന്ദ്രന് കിട്ടിയിട്ടില്ല. ഇന്ദ്രൻ ഇതുവരെ കാണിച്ചത് ഇവന്റെ ജന്മഗുണ. അത് നിന്റേതാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. മാഷേ, എന്റെ മകനെ ഞാൻ 10 മാസം വയറ്റി ചുമന്നിട്ടുണ്ടെങ്കിലേ അവനെ കുറിച്ച് എന്തും പറയാനുള്ള അവകാശം എനിക്കുണ്ട്. എന്ന് വെച്ചേ ഞാനും എന്റെ മകനും തമ്മിലുള്ള പൊക്കൽക്കൊടി ബന്ധത്തെ തള്ളി പറയാനേ നിങ്ങൾക്കൊരു അവകാശമില്ല മാഷേ. എനിക്ക് അവകാശമില്ല, പക്ഷേ സത്യം അറിയാവുന്ന ആൾക്ക് അത് പറയാനുള്ള അവകാശമുണ്ട് സുശീലേ. അങ്ങനെ ഒരാൾ നമുക്കിടയിൽ ഉണ്ടെന്ന് സുശീലയ്ക്ക് അറിയാലോ. ആളെ കണ്ടിട്ടാ ഞാനിപ്പോ വരുന്നത്. സുശീലയുടെ കുഞ്ഞമ്മേ. സത്യം അറിഞ്ഞതിന് ശേഷം അതൊരിക്കലും ഇന്ദ്രൻ അറിയരുതേ എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ അതിനുവേണ്ടി എന്റെ മകളുടെ ജീവിതം ബലി കൊടുക്കാൻ എനിക്ക് പറ്റില്ല സുശീലേ. അതുകൊണ്ട് സത്യം എന്താണെന്ന് ഇനി എല്ലാവരും അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. കുഞ്ഞമ്മേ, കുഞ്ഞമ്മ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇന്ദ്രൻ സ്വന്തം രക്തത്തിൽ പിറന്ന മകനല്ലാന്ന് സുശീല പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടും ഞാനത് വിശ്വസിച്ചിട്ടേ ഇല്ല. ഞാനെന്നല്ല, ഇന്ദ്രനും ആരും അത് വിശ്വസിച്ചിട്ടില്ല. സുശീല അപ്പോഴത്തെ എന്തോ ഭ്രാന്തിന് എന്തൊക്കെയോ പിച്ചും മെയ്യും വിളിച്ചു പറഞ്ഞതായിട്ടേ ഞങ്ങൾ എല്ലാവരും കരുതിയിട്ടുള്ളൂ. പക്ഷേ കുഞ്ഞമ്മയും കൂടി ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ. അതെ മാഷേ, പണ്ട് സുശീല ഒരുത്തനെ ഇഷ്ടപ്പെട്ട് അവന്റെ കൂടെ ഇറങ്ങി പോകുമ്പോ അവക്ക് ഞാൻ മാത്രമേ സപ്പോർട്ട് ഉണ്ടായിരുന്നുള്ളൂ. കുടുംബക്കാരെല്ലാം എതിരായിരുന്നുകൊണ്ട് ദൂരെ ഒരു സ്ഥലത്താ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. 1 മാസം കഴിഞ്ഞ് സുശീലയെ കാണാൻ ചെന്നപ്പോ അവളുടെ കയ്യിലൊരു കുഞ്ഞുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചപ്പോ അത് അവളുടെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലുണ്ടായിരുന്ന കുഞ്ഞാണെന്നാണ് എന്നോട് പറഞ്ഞത്. ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിൽ അവൾക്കൊരു പരാതിയും ഇല്ലാത്തോണ്ട് ഞാൻ പിന്നെ അതേക്കുറിച്ചൊന്നും അന്വേഷിക്കാനും പോയില്ല. സുശീലയുടെ ഭർത്താവ് അന്ന് ഏതോ വലിയൊരു കോൺട്രാക്ടറുടെ കീഴിൽ വർക്ക് സൂപ്പർവൈസറായി ജോലി ചെയ്യുമായിരുന്നു. വർക്ക് പല സ്ഥലങ്ങളിലായതുകൊണ്ട് അവർ പല നാടുകളിലായി മാറി മാറി താമസിച്ചുകൊണ്ടിരുന്നു. അത് കാരണം ഞാൻ പിന്നെ സുശീലയെ കാണുന്നത് 4-5 വർഷം കഴിഞ്ഞ. അന്ന് സത്യനൊന്നും ജനിച്ചിട്ടില്ല. അവൾ അവനെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയ. അപ്പോഴും ആ കുഞ്ഞു കൂടെ ഉണ്ടായിരുന്നു. അവനൊരു 4 വയസ്സായി കാണും. പേര് ഇന്ദ്രജിത്ത്. അന്ന് ഞാൻ ചോദിച്ചപ്പോ സുശീല പറഞ്ഞത് ഇപ്പോ ഇവന് ഞാൻ അമ്മയും എനിക്കിവൻ മകനുമാണെന്നാ. അന്ന് വേറൊരു കാര്യം കൂടി സുശീൽ എന്നോട് പറഞ്ഞു. ഇന്ദ്രൻ എന്റെ മകനല്ലെന്ന് മറ്റാരും അറിയരുതെന്ന്. പക്ഷേ ഇത്ര വർഷമായിട്ട് ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല, പറയേണ്ടി വന്നിട്ടില്ല.
അത്രയും സ്നേഹത്തിലായിരുന്നല്ലോ അമ്മയും മകനും. അവരമ്മയും മകനും അല്ല എന്ന് ഞാൻ പറഞ്ഞാൽ പോലും ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നോ? പക്ഷെ അതെല്ലാം സുശീലയായിട്ട് തകർത്തു കളഞ്ഞു. പിന്നെ ഞാൻ മാത്രമായിട്ട് എന്തിനാ മാഷേ എല്ലാം മൂടി വെക്കുന്നേ? എല്ലാം എല്ലാവരും അറിയട്ടെ.